ഹേ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ ഉണ്ട് ഗായ്സ്. എന്താ പറയാ, ഇന്നലെ ഇരിട്ടിയിലെ ഒരു ഇരട്ട കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. മറ്റൊന്നുമല്ല, ഈ കൊലപാതകം നടന്ന പാടും തന്നെ ഈ പ്രതിന്റെ ഒരു മനസ്സാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നുള്ളത്. കാരണം ഈ പ്രതി പറഞ്ഞ കുറച്ച് കാര്യങ്ങള് എന്ന് വെച്ചാല്, പ്രതി ഈ അച്ഛനെയും അമ്മയെയും കൊന്ന ശേഷം വീഡിയോ എടുത്തിട്ട് അത് വാട്സപ്പില് പള്ളിയിൽ അച്ഛനാണ് ഫസ്റ്റ് അയച്ചു കൊടുത്തത്. ആ അയച്ചു കൊടുത്തതിന് ശേഷമാണ് നാട്ടുകാർ മൊത്തം അറിയുന്നത് അങ്ങനെ ഒരു കൊലപാതകം ആ വീട്ടിൽ നടന്നു എന്നുള്ളത്. അതിനുശേഷം പള്ളിയിൽ അച്ഛനും നാട്ടുകാരും കൂടി അവിടെ എത്തുമ്പോൾ തന്നെ പ്രതി ഇതുപോലെ അച്ഛനെ കൊന്നിട്ട് ഹാളിലുണ്ട്. ഹാളിന്ന് അവർ പ്രതിയെ കണ്ടപ്പോൾ അച്ഛൻ ഏകദേശം മരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പ്രതിയോട് ചോദിക്കുകയാണ് അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് അമ്മ ബെഡ്റൂമിലുണ്ട്. എന്തൊരു ലാഘവത്തോടെയാണ് അവൻ സംസാരിച്ചതെന്നറിയാം. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൂസലും ഇല്ലാണ്ടാണ് ഇത് വിവരിക്കുന്നുള്ളത്. അപ്പൊ ചോദിച്ചു, അതിനുശേഷം അമ്മക്ക് കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്നു, ഏകദേശം മരിക്കാറായി എന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവിടെ ഒരു വല്യമ്മ, അമ്മന്റെ ചേച്ചി അവിടെ താമസമുണ്ട്. നല്ല പ്രായമുള്ളതാണ്, ചെവിയൊന്നും കേൾക്കില്ല. അപ്പം പറയാണ് വല്യമ്മ റൂമിലുണ്ട് എന്നുള്ളത്. അപ്പോ അവരെ പോയി നോക്കണ സമയത്ത് കഥയൊക്കെ അടച്ചിട്ട് ആ ഒരു സ്ത്രീ ഉറങ്ങാണ്. അവർ ഇവിടെ ഇപ്പുറം നടന്ന ഒരു സംഭവങ്ങൾ അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു സ്ത്രീക്ക് ചെവി കേൾക്കില്ല, അതുകൊണ്ട് തന്നെ അവർ ഒന്നും അറിഞ്ഞിട്ടുമില്ല. എല്ലാവരും കരുതിയത് അവരെയും കൂടി തീർത്തു എന്നുള്ളതാണ്. എന്നിട്ടും അവന് ഒരു ലാഘവത്തോടെ പറയാണ് ഗൈസ്, ഒരു സില്ലി മാറ്റർ പോലെ പറയാണ് അവരെ ദൈവം വിളിച്ചു, ഞാൻ അയച്ചു എന്നുള്ളത്. മനസ്സിലായില്ലേ? അവർ കുറെ ദിവസമായിട്ട് ദൈവം വിളിക്കുന്നുണ്ട്, ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ അവരെ അയച്ചത് എന്നുള്ളതാണ് അവൻ പറയുന്നുള്ളത്. അങ്ങനെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം പിറ്റേന്ന് അവനെയും കൊണ്ട് തെളിവെടുപ്പിന് വന്നപ്പോൾ അവന്റെ കുറെ അഭിനയങ്ങള്, നാടകീയ രംഗങ്ങള് അവിടെ കയറിയപാട് അവൻ പറയാണ്, ഈ വീട് ഇങ്ങനെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, ഇത് അലങ്കോലപ്പെട്ടിരിക്കുന്നു, എൻ്റെ അച്ഛനും അമ്മ എവിടെ, അമ്മനെയും അച്ഛനും എനിക്ക് കാണണം, അവരെ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആരോ കൊന്നു കളഞ്ഞു, എന്നിട്ട് എൻ്റെ തലമ്മല് കെട്ടിവെക്കാൻ നോക്കാണ് എന്നൊക്കെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ ഡ്രഗ് അഡിക്റ്റായ ഒരു ആണുങ്ങൾക്കും എന്താ പറയാ മനസാക്ഷി ഉണ്ടാവില്ല, കരുണ ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടാവില്ല. എപ്പം നോക്കിയാലും സംശയങ്ങൾ തന്നെ ആയിരിക്കും. എന്താ പറയാ, ഇത് അടിച്ചിട്ടില്ലെങ്കിൽ അവന്റെ മൊത്തം മൈൻഡും ഒരു മുഴുപ്രാന്തനെ പോലെ ആയിരിക്കും. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തായാലും ഇതുപോലുള്ള ഒരു ഗതി ഒരു ആൺമക്കൾക്കും ഒരു അച്ഛനമ്മമാർക്കും വരാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും അവന്റെ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കണ്ടുനോക്കാം. ടോമി, ഞാൻ എക്സ് സർവീസാണ്. അപ്പം എന്നെ ഈ അഭിയോരം ആദ്യം വിളിച്ചറിയിക്കുന്ന ഈ പള്ളിയിലെ വികാരിച്ചനാണ്. അപ്പം അച്ഛൻ എന്നോട് ഈ വ്യക്തിയെപ്പറ്റി അന്വേഷിച്ചു, ആൻ്റണി പറ്റി ചോദിച്ചു. അതുപോലെ എൻ്റെ മകനെ പറ്റി ചോദിച്ചു, അജീഷ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ആളെങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ ആൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവനൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഈ കള്ളു കുടിക്കുന്നുണ്ടോയെന്നൊരു സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞു. നേരത്തെ ഒരു 2 മാസം മുന്നേ ഇവനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിച്ചതാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഒരു അധികം നാളൊന്നും ആയില്ല, ഒരു 2 ആഴ്ചയായി കാണും. അപ്പോൾ ഇതിനോടൊക്കെ ഇടയ്ക്ക് വീട്ടിൽ ഇവൻ എല്ലാ കാര്യങ്ങളൊക്കെ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ ആയിട്ട് സഹകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് പൊതുവെ മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം വെച്ചാൽ ഇവർ രാവിലെ ക്ഷീരകർഷകർ, അപ്പോൾ പാലൊക്കെ കറന്ന് സൊസൈറ്റിയിലേക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഇവന് കൂട്ടത്തിൽ സ്കൂട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇവർ ഒന്നിച്ചാണ് ഇപ്പോൾ കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പെട്ടെന്ന് കയറി വരണം. ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അത് സത്യമാണെന്ന് അറിയണം, അത് കാരണം പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് ഞാനും അച്ഛനും പിന്നെ പരിസരവാസികൾ 2 പേരുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ പള്ളിയിലെ കൈക്കാരന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടി ഞങ്ങൾ ഓടി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ അജീഷ് എന്ന് പറഞ്ഞ പയ്യന് ഇവിടെ വെളിയിലിരിപ്പുണ്ട്. അവന് കൊന്തയെ കുരുട്ടിക്കൊണ്ട് അവന് വലിയ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പിശാചുക്കളെല്ലാം ബഹിഷ്കരിച്ചു, ഞാൻ സ്വർഗത്തിലേക്ക് വരെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ ഒച്ചത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അകത്ത് ഈ രക്തത്തിൽ പിടിച്ചു കിടക്കുന്ന ഈ പറഞ്ഞ അപ്പച്ചനെ ആദ്യം കാണുന്നത്. അപ്പം നീ എന്ത് ചെയ്തതാണെന്ന് ചോദിച്ചപ്പോഴത്തേനും പറയണത്, ഞാൻ ഇവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് തന്നെ ഇവനെ ഓടിപ്പോകാതെ ഞങ്ങളിവിടെ ഒരാൾ ഏർപ്പെടുത്തി. ഞാനും വികാരിച്ചോണ്ട് ആൾക്കുള്ളിൽ കയറി ചെന്ന് ആൾക്ക് ജീവനുണ്ടോന്ന് നോക്കി. അപ്പോൾ ജീവൻ ഇല്ലായിരുന്നു, പൾസ് നിലച്ചു പോയായിരുന്നു. അപ്പോൾ തന്നെ നിൻ്റെ അമ്മ എന്തെന്ന് ചോദിച്ചാൽ അമ്മ തൊട്ടടുത്ത മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വാതിൽ തുറന്ന് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഇതുപോലെ കട്ടിലേൽ രക്തത്തിൽ കുളിച്ച് കിടക്കുക. കഴുത്ത് ഒരു സൈഡ് മുറിഞ്ഞിട്ടുണ്ട് അമ്മയുടെ.
ഞാൻ നാടി പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നാടി ഇല്ലായിരുന്നു, സ്പന്ദനമില്ലായിരുന്നു. അപ്പം പിന്നെ ഒരാളുണ്ടായിരുന്നത് വല്യമ്മയാണ്. വല്യമ്മ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. വല്യമ്മ ഞാനൊന്നും ചെയ്തില്ലെന്നും പറഞ്ഞു. അപ്പോൾ വല്യമ്മ തൊട്ടപ്പുറത്തെ മുറിയിൽ തുറന്നു നോക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഇവർ കൊല്ലുന്നതിൻ്റെ തലേന്ന് വരെ അച്ഛനും മകനും എന്താ പറയുക, അവർ ക്ഷീരകർഷകരായിരുന്നു, പാല് വിൽക്കുന്നവരാണ്. അതിൻ്റെ തലേന്ന് വരെ അവർ പാലും കൊണ്ട് പോയി, അച്ഛനും മകനും ഒക്കെ ബൈക്കിൽ പാലും കൊണ്ട് പോയി എന്നൊക്കെയാണ് പറയുന്നുള്ളത്. എന്താ അപ്പം നല്ലൊരു വ്യക്തി തന്നെ ആയിരുന്നു, പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയി തീർന്നതാണെന്നൊക്കെയാണ് പറയുന്നുള്ളത്. എന്തായാലും നല്ല ബുദ്ധി കൊടുക്കട്ടെ അല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ ആരും ഇല്ലല്ലോ, ഒക്കെ നല്ല ബുദ്ധി കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഒറ്റക്ക് വന്നിട്ട് ജീവിക്കേണ്ടി വരും. എന്തായാലും എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബൈ.